നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടംകുളങ്ങര ദേശത്തിൻ്റെ പുലിമടയിലാണ്. ആ പുലിമടയിൽ അവസാനവട്ട തയ്യാറെടുപ്പുകൾ, അതായത് നാളെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് വിറപ്പിക്കുന്നതിന് വേണ്ടി, തൃശ്ശൂരിനെ വിറപ്പിക്കുന്നതിന് വേണ്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദർശന വഴിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തയ്യാറെടുപ്പുകളിലാണ് ഈ കുട്ടംകുളങ്ങര ദേശം. അതായത് 8 വർഷത്തിന് ശേഷം ഈ ഗോദയിലേക്ക് ഇറങ്ങുന്നു, പുലിമടയിൽ വിട്ടിറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ ദേശത്തിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവസാനവട്ട തയ്യാറെടുപ്പുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലിക്കുടയുണ്ട്, അരമണിയുണ്ട്, അതേപോലെ തന്നെ പുലിമുഖമുണ്ട്, ട്രൗസറുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആടയാഭരണങ്ങളുടെയും അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഇവിടെ ആ ദേശത്തിലെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇറങ്ങിയ കാലത്തെല്ലാം അവർ പ്രൈസ് അടിച്ച് കയറിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയും ഈ ദേശത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണെന്നാണ് ഈ ദേശത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ 8 വർഷത്തിന് ശേഷം ഇറങ്ങുമ്പോൾ ഇക്കുറിയും ചരിത്രം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ആ 8 വർഷത്തെ ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാലയളവിലെ വിടവ് ഇക്കുറി അവർ നികത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ദേശത്തിൻ്റെ ആളുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അവർ ആ ഒരു പുലികളിയുടെ ആവേശത്തിലാണ്. അത്തം പിറന്നത് മുതൽ അവർ ആ പുലികളിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. 8 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ആ ഒരു വിരാമം ഇട്ടുകൊണ്ട് ആ നിമിഷങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ആവേശം ഈ പുലിമടയിലുള്ളവർക്കും ഇതിൻ്റെ ഭാരവാഹികളുടെ മുഖത്തും എല്ലാം കാണാനുണ്ട്. 8 വർഷത്തിന് ശേഷം നമ്മൾ പിന്നെയും ഇറങ്ങുകയാണ്. എന്താണ് ഈ നിമിഷം നമുക്ക് തോന്നുന്നത്? നമ്മൾ പ്രൈസ് അടിക്കുമോ? പ്രൈസ് അടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം പണ്ടും എപ്പോൾ ഇറക്കിയാലും ഞങ്ങൾ കപ്പടിക്കുന്ന ഒരു ടീമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ യുവജനങ്ങളുടെ ഒരു ഒത്തൊരുമയും എന്താ പറയുക, ഒരു ശക്തിയുടെയും ബലത്തിലാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി തന്നെ ഫെബ്രുവരിയിൽ തൊട്ട് നമ്മൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. നല്ലൊരു സാമ്പത്തിക ചെലവ് വരുന്ന ഒരു പരിപാടിയാണത്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ യുവാക്കളൊക്കെ കൂടി, ഇവിടുത്തെ മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരു ഒത്തൊരുമിച്ച് തീരുമാനം എടുത്തിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയുടെയും ഈ ദേശത്തിൻ്റെയും ഇതിനോടുള്ളൊരു വികാരത്തിൻ്റെയും പുറത്താണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയത്. ഇനിയുള്ള കാര്യങ്ങളും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ കൊല്ലത്തെ കപ്പ് എല്ലാ കൊല്ലത്തെ പോലെയും തിരിച്ച് കുട്ടനാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും അതുപോലെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ചായ വരക്കിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായി ഇതിനോടകം തന്നെ? എത്ര മണി തൊട്ട് രാവിലെ ബാക്കി ചടങ്ങുകളൊക്കെ തുടങ്ങും? നാളെ ഇപ്പോൾ ഒരു 4 മണി തൊട്ട് നമുക്ക് പൂങ്ങുന്ന സ്കൂൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പൂങ്ങുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചായ വരക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ പുലർച്ചെ ഒരു 4 മണി തൊട്ട് നമ്മളിത് തുടങ്ങും. നമുക്ക് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കറക്റ്റ് ഒരു 4 മണിയാകുമ്പോൾ ടൗണിലേക്ക് നമുക്ക് കയറണം. തീർച്ചയായിട്ടും അവരുടെ ആ മുഖത്തുണ്ട്, അവരുടെ സംസാര ഭാഷയിലുണ്ട്, അവർക്ക് പുലികളികളോടുള്ള അല്ലെ ആ ഒരു കലാരൂപത്തോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്തൊരു ആവേശം അവരുടെ മുഖത്തൊക്കെ കാണാനുണ്ട്. ഈ കുട്ടംകുളങ്ങര ദേശം പോലെ തന്നെ മറ്റ് 8 സ്ഥലങ്ങളിലും സമാന നിലയിൽ അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ചായമടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ അരക്കൽ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ അത് പൂശുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിക്കും. എന്തായാലും വലിയൊരു ആവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ശേഷം തൃശ്ശൂർ റൗണ്ട് ആകെ പുലിഗർജനത്തിൽ ഒരു അമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.